ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാനും അമ്മയും ചേച്ചിയും അനിയനും എല്ലാവരും ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്ന് പുറത്ത് കറങ്ങാൻ പോയതാണ്. കറങ്ങാൻ പോയതല്ല, ഇവൾക്ക് പൊറോട്ടയും ബീഫും വേണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പോയതാണ്. അങ്ങനെ പോയപ്പോൾ ഒരു കറക്കവും കൂടെ ആയി. ആദ്യം തന്നെ ഇവൾ തയ്ക്കാൻ ഡ്രസ്സ് കൊടുത്തിരുന്നു. അപ്പം അങ്ങനെ അത് വാങ്ങാൻ പോയിട്ട് അവിടെ നിന്ന് ഭീമാപള്ളിയിൽ പോയി അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഭയങ്കര ലോങ് ആയിപ്പോയി. അങ്ങനെ കറങ്ങി എല്ലാവരും നല്ല ടയേർഡായി. കാരണം എന്തെന്ന് വെച്ചാൽ ഇവൾക്ക് ഡ്രസ്സ് വാങ്ങാൻ പോയിടത്തിൽ നിന്നാണ് അവിടെ നിന്നാണ് ഡ്രൈവ് ചെയ്തപ്പോൾ ലോങ് ആയിപ്പോയി. അങ്ങനെ ഞങ്ങൾ ടയേർഡായതുകൊണ്ട് ഒരു ജ്യൂസ് കുടിക്കാൻ പോയതാണ്. അങ്ങനെ ഈ ജ്യൂസ് ഫ്രൂട്ട് സലാഡ്, അങ്ങനെ ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്ത്, സത്യം പറയാലോ എനിക്കത്ര ഇഷ്ടമൊന്നും പെട്ടില്ല. പക്ഷേ ഞാൻ പണ്ടെങ്ങാനോ കുടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ്, എനിക്ക് മാത്രമല്ല അവൾക്കും അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പം കുടിച്ചപ്പം കൊള്ളൂലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചായ കുടിച്ച്. ചായ മാത്രമല്ല, ഒരു കാട മുട്ട, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടെ കഴിച്ച് വരുന്ന വഴിയിൽ അമ്മ ഒരു കടയിൽ കയറി ഈ മൂണ്ടാൽ വാങ്ങിച്ച്. അങ്ങനെ അതാണിത്. അത് ഞാൻ അവിടെ വച്ച് കഴിച്ചില്ല. ഞാൻ അവിടെ വച്ച് കാരണം ഞങ്ങൾ അവിടെ നിന്ന് പത്മനാഭ സ്വാമി ക്ഷേത്രമൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ കുറച്ച് ഇറങ്ങിയതാണ്. പിന്നെ അവൾക്ക് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അങ്ങനെ കുറച്ച് നടന്ന് അങ്ങനെ പത്മനാഭപുരം ക്ഷേത്രത്തെത്തി. അത് കഴിഞ്ഞിട്ട് വാച്ച് വാങ്ങിക്കാൻ വേണ്ടി അവൾ വാച്ച് കടയിൽ കയറി. അങ്ങനെ ഈ വാച്ച് വാങ്ങിച്ചില്ല, ലാസ്റ്റായപ്പോൾ വാങ്ങിച്ച്. തിരിച്ച് വന്നപ്പോഴാണ് ഞങ്ങൾ വാച്ച് വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ട് പെർഫ്യൂം കടയിൽ നല്ല പെർഫ്യൂമായിരുന്നു. ഫസ്റ്റ് അടിച്ചത് നല്ല മണം ഉണ്ടായിരുന്നു. അതും വാങ്ങിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് നടന്ന് ഈ കൊലുസ് കട എത്തിയപ്പോൾ അമ്മ 2 കൊലുസ് വാങ്ങിച്ച്. ഞാനൊന്നും വാങ്ങിച്ചില്ല, അമ്മ വാങ്ങിച്ച്. അത് കഴിഞ്ഞിട്ട് ഈ കടല പാനിപൂരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ കടല കഴിച്ച്. അവിടെ നിന്ന് എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഈ വാച്ചാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വാച്ചൊക്കെ. അങ്ങനെ ഞാൻ അത് വാങ്ങിച്ച് നേരെ ഭീമാപള്ളിയിലോട്ട് പൊറോട്ടയും ബീഫും കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നപ്പോൾ നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല നെയ്റ്റും ആയി. പിന്നെ അവിടെ ഭീമാപള്ളി പോകുന്നതിന് മുന്നേ മാനവീയത്തൊന്ന് പോയി. അങ്ങനെ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ നല്ല രസമുണ്ട്. പക്ഷേ കുറേ ആളുകളൊന്നുമില്ല, കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, എന്നാലും കൊള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കാണെങ്കിൽ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പുതിയ വാച്ചായതുകൊണ്ട് ഞാൻ പിന്നെ അതും വെച്ച് ഭയങ്കര ഷോ കാട്ടൊക്കെയായിരുന്നു ജോലി. അങ്ങനെ അതും വച്ച് കളിച്ചിരുന്നപ്പോൾ പിന്നെ ടയേർഡായി. പിന്നെ വീട്ടിലോട്ടല്ല, ഭീമാപള്ളിയിൽ പൊറോട്ടയും ബീഫും കഴിക്കാൻ വേണ്ടി പോയായിരുന്നു. പോകുന്ന വഴിക്ക് ഈ ഈന്തപ്പഴം വാങ്ങിച്ച്. അങ്ങനെ അത് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഹോട്ടലിൽ കയറി. ഭീമാപള്ളിയിലെത്തി, ഹോട്ടലിൽ കയറി പൊറോട്ടയും ബീഫും ഒക്കെ കഴിച്ച്. ബീഫെന്ന് വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ട്. പക്ഷേ പൊറോട്ടയും കൊള്ളായിരുന്നു. ഞാൻ പൊറോട്ട മാത്രമായിട്ട് കുറേ കഴിച്ച്, അത് എനിക്കിഷ്ടപ്പെട്ട്. അപ്പം ബീഫ് നല്ല ഇതാണ്, അവിടുത്തെ സ്പോഞ്ച് പോലെയൊക്കെ ഇരിക്കും. പിന്നെ മറ്റേ ബീഫും കൊള്ളായിരുന്നു. ഞങ്ങൾ ഇതിന് മുന്നേ വന്നപ്പോൾ ഭീമാപള്ളിയിൽ വേറൊരു കടയിൽ അത് നല്ലതായിരുന്നു, അമ്മ പറഞ്ഞ് നല്ലതായിരുന്നു. അങ്ങനെയാണ് പോയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.